പിള്ളേരെ വെച്ചിട്ട് ഇന്നെ മുക്കാൻ വന്ന മോനെ അടിച്ചിട്ട് മൂന്നത്തെ പള്ളി ഞാൻ പോയിക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കേ എനിക്കൊരു പ്രശ്നമില്ല നായ, പക്ഷെ ജിന്നെ തന്തര പറഞ്ഞു അത് ഈ സാജാ സഹിക്കൂല മോനെ. ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്, അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി, അത് എനിക്ക് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്. എനിക്ക് അച്ഛനുണ്ട്, ഏത് മുത്തുച്ചമ്മയാണെന്ന് തോന്നുന്നത്. ചുമ്മാ ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് അറിയുമായിരുന്നു ഞാൻ തന്തക്ക് വിളിക്കൂലായിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും ഹേർട്ട് ആവാം. തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഓക്കെ, ആ ഒറ്റ കാര്യം. ഇതെന്തേ എടേ, അപ്പൊ ഷാജാനൊക്കെ പൂക്കിയിരുന്നാ? ഏറെക്കുറെ. പിന്നെ നീ ഇതാരോടും പറയുന്നു വേണ്ട കേട്ടോ. ഇയാളല്ലേ ഇപ്പൊ എന്തോ കറളുവാ. ഹായ് കറളു, ഹായ് തൊപ്പി. ഇതാണ് ഇമോജി. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. ഇത് സീരിയസ് ഇഷ്യൂ ആണ്. ഇത് സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇന്നലെ ഞാൻ വന്നിട്ട് ഇയാള് വയ്യ പോകുന്ന പൊമ്പിളോട് തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു. അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ? ഇത് മലപ്പുറത്താറ്, മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ വിളിച്ചിക്ക. മലപ്പുറത്താറ തൊപ്പി തന്തക്ക് വിളിച്ചാ നോക്ക്. മലപ്പുറത്താറ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അതായത് സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തും ഇല്ല ഈ നാരിക്ക്, ഈ തന്തയില്ലാത്ത കഴിവേറിക്ക്. പിന്നെ പരസ്യമായിട്ട് അങ്ങ് പറിച്ച് കീറും ചാക്കോ ചെയ്യും. സ്വന്തമായിട്ട് എടുക്കാനുള്ള പ്രാണിയില്ല, അതിനുള്ള ഗഡ്സ് ഇല്ല. എന്നിട്ട് എന്ത് ചെയ്ത് മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലെ ആ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട്, ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു നട്ട് കള പറഞ്ഞിട്ട്, പച്ച കള്ളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ വിളിച്ചിട്ട് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നിൽക്കുകയാണ് ഈ ശിഖണ്ഡി. അതായത് കാര്യം ഇവനൊരു ശിഖണ്ഡിയാടാ. ഇവനൊരു നാണും മാനും ഇല്ലടാ, ഇവനൊരു നാണും മാനും ഇല്ല. അതായത് നിർത്തി അവമാനിക്കുവാണെന്ന് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.